ഹേ ഗൈസ്, ഫൈനലി സൂപ്പർമാൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അതായത് നമ്മളെ ജെയിംസ് ഗണ്ണ് ഡയറക്റ്റ് ചെയ്യുന്ന ജെയിംസ് ഗണ്ണിൻ്റെ സ്വന്തം DC-യുടെ ആ ഒരു പുതിയ ട്രെയിലർ. ഡേവിഡ് കോൺസെപ്റ്റ് ആണ് ഈ പറയുന്ന സൂപ്പർമാനായിട്ട് വരുന്നത്. ഫസ്റ്റ് അപ്പിയറൻസ് ആണ്. ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉള്ള സിനിമയാണ്. കാരണം നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് പുതിയ DC ആണ്. എല്ലാം റീകാസ്റ്റ് ചെയ്തിട്ട് ഒരു പുതിയ സാധനം, അതായത് മാർവൽ പോലെ ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കാനായിട്ടാണ് ജെയിംസ് ഗണ്ണ് നോക്കുന്നത്. എന്തായാലും നമുക്കൊരു ട്രെയിലർ കണ്ടു നോക്കാം. 3 മിനിറ്റുള്ള ട്രെയിലറാണ്, ലെങ്തി ട്രെയിലർ. എന്തായാലും കുറേ സാധനങ്ങൾ ഇതിനകത്ത് കാണുന്ന ഉറപ്പാണ്. നമുക്ക് നേരെ ട്രെയിലർ കാണാം. DC Studios. Are you being serious right now? Yeah. You'd let me interview you as Superman. Sure. ഓക്കെ, ഷീ നോസ്. ലൂയിസ് ലെയ്ന് ക്ലാർക്കാണ് സൂപ്പർമാൻ എന്നുള്ള കാര്യം അറിയാം. അപ്പം ഒരു മിഡിലാണ് സ്റ്റോറി, അതായത് ഈ ഒരു ടൈം ലൈനിൻ്റെ മിഡിൽ എന്തോ ആണ് സ്റ്റോറി നടക്കുന്നത്. ഒരു ഒറിജിൻ സ്റ്റോറി ഒന്നും അല്ല. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. Ready? Let's do it, Cronkite. Superman. Miss Lane. Recently, you've come under a lot of fire for what some it's a might. lot of It's a lot. എല്ലാ സിനിമയ്ക്കകത്ത് ഈ ഇടയ്ക്ക് സൂപ്പർമാൻ ഒരു നെഗറ്റീവ് സാധനം വരാറുണ്ട്. ഇതിനകത്തും Today, the കാണിക്കുന്നുണ്ട്. ഓക്കെ, Secretary of Defense said he was അത് going to മറ്റേ look into your actions. ഒരു ഹീറോയുടെ ഫാളും പ്രൈസും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. My actions? I stopped a war. Maybe. Not maybe. I did. In effect, you illegally. സൂപ്പർമാൻ ആക്ച്വലി ഒരു ഗോഡ് ലെവൽ ക്യാരക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഭയങ്കര ഒരു, അതായത് എന്ത് വേണമെങ്കിലും വാറൊക്കെ സിമ്പിളായിട്ട് സ്റ്റോപ്പ് ചെയ്യാം. പറയുന്ന ഒന്നും സൂപ്പർമാൻ്റെ അടുത്ത് പോലും പറ്റില്ല എന്നുള്ള രീതിയിൽ ആ ഒരു സാധനം കാണിക്കുന്ന ഒരു ഗോഡ് ലെവൽ ക്യാരക്ടർ. Country. This is how you're gonna be? Not the. റിക് ഫ്ലാഗ് സീനിയറിനെ കാണിക്കുന്നുണ്ട്. അപ്പം ഈ സ്റ്റോറി കഴിഞ്ഞിട്ടായിരിക്കാം മേ ബി പീസ് മേക്കർ വരുന്നത്. ഫ്ലാഗ് സീനിയർ എനിക്ക് തോന്നുന്നു ലെക്സ് ലൂതറിന് വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അല്ല, ലെക്സ് ലൂതറിന് വേണ്ടിയിട്ടല്ല, പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു US മിലിറ്ററിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ അമാൻഡ വാളറിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് തോന്നുന്നു. When he interviewed Superman, സീൻ ഫ്രെയിമാണോ? President. നിക്കോളാസ് ഹോൾട്ട് ലെക്സ് ലൂതറായിട്ട് തകർക്കും എന്ന് പറഞ്ഞാൽ തകർക്കും. ആ ഒരു ലുക്ക് തന്നെ ഭയങ്കര ടെറിഫിക്. ആ ഒരു ലെക്സ് ലൂതർ സെറ്റപ്പ് ലുക്ക് നൈസായിട്ടുണ്ട്. No. You seemingly acting as a representative of I the wasn't United States. representing anybody except for ഓ, me. സീൻ And doing ഷോട്ട് നോക്ക്. ഓ, എന്ത് ഷോട്ടല്ലേ ഇത്? The same situation and consider the consequences. ഓക്കെ, ആ ഒരു ക്യാരക്ടറല്ലേ ഇപ്പം കാണിച്ച ക്യാരക്ടർ, അത് ഹാമർ ഓഫ് ബെറോവിയ അങ്ങനെ എന്നുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. അത് ഒരു ഒറിജിനൽ കോമിക് ക്യാരക്ടർ അല്ല എന്നാണ് പറയുന്നത്. കുറേ പേര് ഇങ്ങനെ കുറേ അടുത്ത് കിടക്കുന്നുണ്ട്. ആക്ച്വലി ഇത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ അത് ഇനി ഏറെ ഏതെങ്കിലും വില്ലന്മാർ ഈ പറയുന്ന പോലെ സൂട്ട് മാറ്റിയതാണോ അറിയില്ല, ആരാണെന്ന്. അത് ആ ഒരു ഹാമർ ഓഫ് ബെറോവിയ എന്നാണ് കണ്ടത് ഞാൻ. കിടിലല്ലേ? Hey, buddy. Eyes up here. ഈ എന്തൊക്കെ നെഗറ്റീവ് സൂപ്പർമാനെ പറഞ്ഞാലും ആ ഒരു യൂണിവേഴ്സിലെ പീപ്പിൾ ലവ് സൂപ്പർമാൻ എന്നുള്ളൊരു സാധനം കാണിക്കാനാണ് ഷോട്ട്. അത് നൈസ് സാധനം. ഫ്രം ഡയറക്ടർ ജെയിംസ് ഗൺ. ഓ, ക്രിപ്റ്റോ. ഓ, ലെക്സ് രക്ഷയില്ലാട്ടാ. സീൻസ് ആണ്. What makes you who you are? ജൂലൈ 11. Superman. He's not man. He's an it. He's somehow become the focal point of the entire world's conversation. ഹോക്ക് ഗേള്, But will ഗ്രീൻ ലാൻഡേൺ. accept that. ലെക്സ് ലൂതർ രക്ഷയില്ലാട്ടാ. Need your boots. I'll go get them for you. മെറ്റമോർഫിയസ്. Superman, the new logo, everything is new. You have a dog. Crypto. സീൻ എന്ന് പറഞ്ഞാൽ സീൻ ട്രെയിലർ, കിടിലൻ ട്രെയിലർ.
ജെയിംസ് ഗണ്ണ് ഈ പറയുന്ന ഡി സിയുടെ പഴയ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് ഡി സിയിൽ കളറില്ല എന്നുള്ള പരാതി ഫുള്ള് മാറ്റിയിട്ടുണ്ട്. അത് കളർഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കളറും ഉണ്ട്. ഈവൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സൂപ്പർമാൻ്റെ കോസ്റ്റ്യൂം പുതിയതാണ്. ആ ഒരു ലോഗോ ഈവൻ വരെ ആ ഒരു പഴയ ഒരു ക്ലാസിക് നൊസ്റ്റാൾജിക് അല്ലെങ്കിൽ വിൻറ്റേജ് ലോഗോ അല്ലെങ്കിൽ വിൻറ്റേജ് സ്യൂട്ട് എല്ലാം ഡിഫറൻറ്റ്. എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വില്ലന്മാരെ ഈ പറയുന്ന ക്യാമിയോസും കാണിക്കുമ്പോൾ സൂപ്പർമാൻ്റെ ആ ഒരു ഓറ ഫുള്ള് കാണിക്കാനുള്ള ടൈം കിട്ടുമോ എന്നുള്ളതാണ്. സിനിമ എത്ര ടൈം തന്നിട്ടില്ല, എനിക്ക് തോന്നുന്നു 2.5 മണിക്കൂർ എന്തോ ആണെന്ന് തോന്നുന്നു. 2.5 മണിക്കൂർ ആ ഒരു ടൈം ആണെന്ന് തോന്നുന്നു എനിക്ക്. എന്തായാലും ട്രെയിലർ വേറെ റേഞ്ച് സാധനം, ഒന്നും പറയാനില്ല. എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഇത് കഴിഞ്ഞ ഉടനെ പിന്നെ പീസ് മേക്കർ വരും. ഈ ട്രെയിലർ ഈസ് ലവ്. എന്തായാലും നിങ്ങൾ കണ്ട നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ സൂപ്പർമാന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാണ് ഡി സിയിലെ? ഡേവിഡ് കോൺസെറ്റിൻ്റെ സൂപ്പർമാൻ എങ്ങനെയായിരിക്കും എന്നുള്ള സാധനങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. അപ്പം അതാണ് സൂപ്പർമാൻ്റെ പുതിയ ട്രെയിലർ.